നമസ്കാരം, ദീപിക എഡിറ്റേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. ലോകം ഇനി ഒരു കാൽപന്തിലേക്ക് ചുരുങ്ങാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ലോകകപ്പിൻ്റെ ഓരോ രാജ്യങ്ങളുടെ സാധ്യതകളും സമഗ്ര വിലയിരുത്തലുകളുമായിട്ടാണ് ഞങ്ങളുടെ സ്പോർട്സ് ലേഖകൻ ശബരിനാഥൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സ്വാഗതം ശബരി. സ്വാഗതം. എങ്ങനെയാ, ടീമൊക്കെ സെറ്റായോ? ടീമെല്ലാം സെറ്റാണ്. ഇനി മെക്സിക്കോ സിറ്റിയിൽ പന്തങ്ങട് ഉരുണ്ടാ മതി. ഇപ്പോൾ അട്ടിമറികൾക്കൊക്കെ സാധ്യതയുണ്ട്. കഴിഞ്ഞ നമ്മൾ കണ്ടു പരിശീലന മത്സരത്തിൽ ജർമ്മനി അട്ടിമറിക്കുന്നത് കണ്ടു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ ഖത്തർ ലോകകപ്പിൽ കണ്ടതാണ് നമ്മുടെ മെസ്സിയുടെ ടീമായ അർജന്റീനയെ സൗദി അറേബ്യ അട്ടിമറിക്കുന്നു. അതുപോലെ ഇത്തവണ എന്ത് അട്ടിമറിക്ക് സാധ്യതകളുണ്ടോ? തീർച്ചയായും അട്ടിമറികൾക്ക് എന്നും ഫുട്ബോളിൽ സാധ്യതയുണ്ട്. ഫുട്ബോൾ നമുക്കറിയാം 90 മിനിറ്റുള്ളൊരു ഗെയിമാണ്. ആ ഗെയിമിൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ടീം ഗോൾ അടിക്കാം. ഒരു പഴുത് മതി ഗോളിലേക്ക് മറ്റ് എതിർ ടീം എത്താനായിട്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 2022 വേൾഡ് കപ്പിൽ 36 മത്സരങ്ങളിലെ അൺബീറ്റൻ റെക്കോർഡുമായി എത്തിയ അർജന്റീന എന്നിട്ട് അവർ അവസാനം സൗദിയോട് പരാജയപ്പെട്ടു. എന്നിട്ട് അവർ ലോകകപ്പ് നേടി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ലോകകപ്പ് നേടാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ മെസ്സി ഡീമരിയ മുന്നേറ്റം നിരയാണ്. ഇത്തവണ ഡീമരിയ ഇല്ലാതെയാണ് മെസ്സി പടം എത്തിയിരിക്കുന്നത്. എങ്കിലും ടീമിൻ്റെ ഒരു കോമ്പിനേഷനെ ബാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അർജന്റീനയെ സംബന്ധിച്ച് പ്രതിഭകൾക്ക് എന്നും ധാരാളിത്തമുള്ളൊരു ടീമാണ്. ഇപ്പോൾ ഏഞ്ചൽ ഡീമരിയ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായിരുന്നു. ഡീമരിയെ വിശേഷിപ്പിച്ചത് തന്നെ ഫൈനൽസിന്റെ താരം എന്നാണ്. നമുക്ക് ഇപ്പോൾ ഡീമരിയ മാത്രമേ പോയിട്ടുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ഗോൾ കീപ്പർ മാർട്ടിനസിനൊക്കെ പെർഫോമൻസ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. ആ അവസാനത്തെ പെനാൽറ്റി ഒക്കെ സേവ് ചെയ്യുന്നത് എന്തൊരു പെർഫോമൻസ്. ആ പെർഫോമൻസ് ഇത്തവണ നിലനിർത്തുവാണെങ്കിൽ അവർക്ക് കപ്പ് നിലനിർത്താൻ സാധിക്കുമോ? തീർച്ചയായും. എമി മാർട്ടിനസ് എന്ന് പറയുമ്പോൾ അർജന്റീനയ്ക്ക് ഒരു കാലത്ത് നേരിട്ടുകൊണ്ടിരുന്ന ഗോൾ കീപ്പർമാരുടെ ഒരു ക്ഷാമമുണ്ട്. ഇടയ്ക്ക് 2014 റൊമേറോ എന്ന് പറഞ്ഞൊരു കളിക്കാരനുണ്ടായിരുന്നു. അന്ന് ഫൈനലിലെത്തി. നമുക്ക് നെതർലാൻഡ്സ് ആയിട്ടുള്ള സെമിയിലെ ആ ഒരു പെനാൽറ്റി, ആ പ്രകടനമൊക്കെ നമുക്ക് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഫൈനലിലെത്തിയത്. അതിനുശേഷം അർജന്റീനയ്ക്ക് ഒരു നല്ലൊരു ഗോൾ കീപ്പർ ഇല്ലായിരുന്നു എന്ന് പറയാം. ഇടയ്ക്ക് അർമാനി വന്നു. പക്ഷേ അർമാനി നമുക്കറിയാം 2018 വേൾഡ് കപ്പിലും അത്രയ്ക്ക് തിളങ്ങാനൊന്നും സാധിച്ചിരുന്നില്ല. അതിനുശേഷം നമുക്ക് അർജന്റീനയ്ക്ക് കിട്ടിയതാണ് ഏറ്റവും മികച്ചൊരു ഗോൾ കീപ്പറായിട്ടുള്ള എമിലിയാനോ മാർട്ടിനസ്. മെസ്സിക്ക് ഒരു കപ്പ് എന്നതാണ് തൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞ് ടീമിലേക്ക് വരികയും അതിനുവേണ്ടി ശ്രമിക്കുകയും ആദ്യം തന്നെ 2021 കോപ്പ അമേരിക്ക നേടിക്കൊടുത്തു. അതിലും ഷൂട്ടൗട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി 2022 വന്നു കഴിഞ്ഞാൽ അത് എമിയുടെ ഒരു താണ്ഡവം തന്നെ പറയാം. കാരണം നമുക്ക് ആദ്യം അറിയാം, ക്വാർട്ടർ ഫൈനലിൽ നെതർലാൻഡ്സിനെതിരെയുള്ള കളി. ആ കളിയിൽ മത്സരം ആദ്യം അർജന്റീന 2 ഗോളിന് മുന്നിൽ പോയിട്ട് തിരിച്ച് നെതർലാൻഡ്സ് ഒപ്പത്തിനൊപ്പം എത്തിയിട്ട് പിന്നീട് ഷൂട്ടൗട്ടിലേക്ക് നീണ്ട ആ മത്സരത്തിൽ നമുക്കറിയാം വിർജിൻ വാൻ ഡൈക്കിൻ്റെ അടക്കമുള്ള ഷൂട്ട്, അതായത് കിക്കുകളെയൊക്കെ എമി മാർട്ടിനസ് സുന്ദരമായി തടുത്തിടുകയാണ് ചെയ്തത്. അതേ പ്രകടനം തന്നെ ഫൈനലിൽ ആവർത്തിക്കുകയും ചെയ്തു. ഫ്രാൻസിൻ്റെ എംബാപ്പെ ഗോൾ സ്കോർ ചെയ്തെങ്കിൽ തന്നെ അതിനുശേഷം നടന്ന ആ ഒരു കിക്കുകൾ, പെനാൽറ്റി കിക്കുകളിലൊക്കെ എമി മാർട്ടിനസ് ആയതുകൊണ്ട് മാത്രം എമി ഒരു സ്പെഷ്യൽ സേവ് അല്ല, ഒരു പെനാൽറ്റി സേവ് ചെയ്യുന്ന ഒരു പ്രത്യേക കഴിവുണ്ട് എമിക്ക് അല്ലേ? അത് കഴിഞ്ഞ ലോകകപ്പ് നമ്മൾ ഒരുപാട് കണ്ടതാണത്. ഈ ലോകകപ്പിലും അവർ നല്ല കട്ട ടീമായിട്ടും അവിടെ സൈഡ് ബെഞ്ചൊക്കെ ആണെങ്കിൽ വളരെ സ്ട്രോങ് ആണ്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിലും അവരുടെ സകല മേഖലകളും അവർ കരുത്ത് കാട്ടാൻ വേണ്ടിയാണ് കോച്ച് ടീമിനെ ഇറക്കിയിരിക്കുന്നത്. അതെ, നമ്മളിപ്പോൾ ഈ കോച്ചിനെ പറ്റി പറയാനുണ്ട്. അർജന്റീന ഒരു കോച്ചിൻ്റെ കാര്യത്തിലും ക്രൈസിസിൽ നിന്നിരുന്ന സമയത്താണ് അതായത് സെക്കൻഡ് ഓപ്ഷൻ കോച്ച് എന്ന നിലയ്ക്ക് ആദ്യം വന്നു അതായിട്ടുള്ള ലയണൽ സ്കാലോണി. മെസ്സിയുടെ നാട്ടുകാരൻ കോച്ചുമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കോച്ച്, യുവാവെന്ന് വേണേൽ പറയാം, 40 വയസ്സ് താഴെയല്ലേ ഉള്ളൂ. അതെ, ആ കോച്ച് സത്യം പറഞ്ഞ ലയണൽ മെസ്സിയുടെ നാട്ടിൽ തന്നെയാണ് വരുന്നത്. റൊസാരിയോ തന്നെയാണ് അർജന്റീന ടീമിലേക്ക് എത്തുന്നത്. ആ കോച്ച് പിന്നീട് ആ ടീമിനെ ഏത് നിലയിൽ വരെ എത്തിച്ചു എന്നുള്ളതാണ്. അതെ, ഈ 2018 വേൾഡ് കപ്പിൽ ഫ്രാൻസായിട്ട് തോറ്റിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കമന്റേറ്റേഴ്സ് പറഞ്ഞൊരു വാചകമുണ്ട്, അർജന്റീനയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതായത് മെസ്സിയുടെ ഇത് എന്തായാലും ലാസ്റ്റ് വേൾഡ് കപ്പാണ്, ഇനി മെസ്സിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അർജന്റീനയ്ക്ക് കപ്പ് കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല, അർജന്റീനയ്ക്കെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞത്. ആ ടീമിനെയാണ് 2022 സ്കാനോണി വന്നിട്ട് ആദ്യം കോപ്പ അമേരിക്ക അതിന് മുമ്പിൽ നേടിക്കൊടുത്തു. പിന്നീട് വേൾഡ് കപ്പ് എന്ന 36 കൊല്ലത്തിന് ശേഷം വേൾഡ് കപ്പ് അടക്കം നേടിക്കൊടുത്തു. അപ്പോൾ തന്നെ നമുക്ക് ആ കോച്ചിൻ്റെ ഒരു കഴിവ് അറിയാം. എനിക്ക് തോന്നുന്നത് സ്കലോണിയുടെ കീഴിൽ കളിച്ച എല്ലാ മേജർ ഗെയിംസും ഇവർ കപ്പടിച്ചിട്ടേ പോന്നിട്ടുള്ളൂ. സ്കലോണിയുടെ ഒരു ടീം കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എല്ലാം മുന്നേറ്റം, പ്രതിരോധം, ഗോൾ കീപ്പിംഗ് എല്ലാം സെറ്റ് ചെയ്താണ്, ഓൾ ടീമിനെ സെറ്റ് ചെയ്താണ് സ്കലോണി ഗ്രൗണ്ടിൽ ഇറക്കുന്നത്. ഈ ടീമിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നു? ഈ ടീമിൽ നിന്നും നമുക്കൊരു കപ്പ് നിലനിർത്താൻ പറ്റിയ എല്ലാ വിഭവങ്ങളും ആ ടീമിലുണ്ട്. മുമ്പ് മെസ്സിയുടെ ഒപ്പം കുറേ കളിക്കാരെന്നുള്ളതിൽ നിന്ന് മാറി ഇന്ന് മെസ്സി ആ ടീമിനോടൊപ്പം ചേരുന്നു എന്ന് മാത്രമാണ്. ആ രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് സ്കാലോണി. അതായത് ഇന്നിപ്പോൾ മെസ്സി ഇല്ലെങ്കിലും വമ്പൻ ടീമുകളെ തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, നമുക്ക് അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലെ ഒരു മത്സരത്തിൽ
ബ്രസീലിനെ അർജന്റീന വൻ മാർജിനിൽ തോപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 4-1 എന്തോ മറ്റോണ്. ആ കളിയിലും ബ്രസീൽ പോലത്തെ ഒരു ടീമിനെ, ശക്തമായ ടീമിനെ മെസ്സി ഇല്ലാതെ ഇറങ്ങിയിട്ടും അർജന്റീന തോൽപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തോ പരിക്കുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. പരിശീലന മത്സരത്തിലൊന്നും അങ്ങനെ ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല, സാന്നിധ്യം കാണിച്ചു, അല്ലാതെ എന്തോ പരിക്കും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്ന പത്രവാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, മെസ്സി സൗഹൃദ മത്സരം നടന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോണ്ടുറാസിനെതിരെയാണ്. ആ മത്സരത്തിൽ മെസ്സി ഇറങ്ങുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മെസ്സി ഇറക്കിയില്ല കോച്ച്. കോച്ചാന്ന് പറഞ്ഞത് മെസ്സിക്ക് വിശ്രമം നൽകിയിരിക്കുന്നതാണ്. പരിക്ക് ഭേദമായിക്കൊണ്ടിരിക്കും. പരിക്ക് തീർച്ചയായും പറ്റിയിട്ടുണ്ട്. മെസ്സി ഇല്ലാതെയും 2 ഗോളിനെതിരെ 2 ഗോളിന് ജയിച്ചിട്ടുണ്ട്. സിമിയോണിയും മാർട്ടിനസും, ലോട്ടാറോ മാർട്ടിനസും സ്കോർ ചെയ്തിട്ട് ജയിച്ചിട്ടുണ്ട്. ആണല്ലേ. ഇപ്പൊ നമ്മൾ ഖത്തറിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുമ്പോഴേ ഖത്തർ ലോകകപ്പിൽ 32 ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ 48 ടീമുകളാണ് ഉള്ളത്. ഇപ്പൊ ഇങ്ങനെ ഗ്രൂപ്പുകൾ ഭേദം വെച്ചപ്പോൾ ഒരു മരണ ഗ്രൂപ്പ് എന്ന സങ്കല്പം ഇല്ലാതെ പോയി. അത് ഈ ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തെ കുറയ്ക്കുകയല്ലേ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വേൾഡ് കപ്പ് ഒരു 32 ടീമുകളായിരുന്നു. ഒരു ഇന്റർവെല്ലിൽ തന്നെ 32 ടീമുകളായിരുന്നു വേൾഡ് കപ്പിൽ മത്സരിച്ചിരുന്നത്. ഇത്തവണ കൂടുതൽ ടീമുകൾ, അതായത് കൂടുതൽ ടീമുകൾക്ക് പാർട്ടിസിപ്പേഷൻ കൊടുക്കാൻ വേണ്ടി 16 ടീമുകളും കൂടി ആഡ് ചെയ്തിട്ട് 48 ടീമുകളാണ് ഇനിയിപ്പോൾ ഈ മറ്റന്നാൾ തുടങ്ങുന്ന വേൾഡ് കപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നിലവിലെ മരണ ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ് എല്ലാണ്. നമ്മുടെ ഇംഗ്ലണ്ട്, കൊറേഷ്യ, ഗാന, പനാമയൊക്കെയുള്ള ടീം. അതിൽ ഇംഗ്ലണ്ടും കൊറേഷ്യയും ഗാനയും ഒക്കെ നല്ല സെറ്റ് ടീമുകളാണ്. പനാമേഷ ആ ഗ്രൂപ്പിൽ കുറച്ച് വീക്കാണ്. എങ്കിലും അവരുടെ ദിവസങ്ങളിൽ ഗാനയും പനാമയും ഏത് ബമ്മ ടീമിൽ അട്ടിമറിക്കാൻ സാധ്യതയുള്ളവരാണ്. തീർച്ചയായും നമ്മൾ ഗ്രൂപ്പ് എല്ലിൽ നിന്ന് നമുക്ക് പറയാം, ഒരു മരണ ഗ്രൂപ്പ്, വേറെ 2 ഗ്രൂപ്പുകൾ. അതിൽ നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്നത് ഗ്രൂപ്പ് എല്ല് തന്നെയാണ്. അതായത് അതെ, ഇംഗ്ലണ്ടും ക്രൊയേഷ്യ. ഇംഗ്ലണ്ട് നമുക്കറിയാം മുൻ ചാമ്പ്യന്മാരാണ്. 1966 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കപ്പ് കേട്ടിട്ടില്ല. ഒരു സെമി ഫൈനലിലൊക്കെ വന്ന് കളിച്ചാൽ അതിനപ്പുറത്തേക്ക് കടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇത്തവണ ഹാരി കെയ്ൻ 2 കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. കപ്പ് കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ ടീമും വൻ സെറ്റാണ്. എല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട കളിക്കാരാണ് അവരുടെ ടീമിൽ വന്നിരിക്കുന്നത്. എങ്കിലും അവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ മുന്നോട്ടുള്ള അവരുടെ ഗ്രൂപ്പ് ഇപ്പോൾ എൽ ഗ്രൂപ്പിൽ നിന്ന് അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ ചാമ്പ്യന്മാരാകുക. അവരുടെ മുമ്പോട്ടുള്ള പ്രയാണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് താങ്കൾ? ഇംഗ്ലണ്ടിനെ നമുക്ക് ഒരിക്കലും എഴുതിത്തള്ളാൻ പറ്റിയ ഒരു ടീമല്ല. ഇംഗ്ലണ്ടിനെ നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ടീം വരുന്നത്. നമുക്കറിയാം ഹാരി കെയ്നെ പോലത്തുള്ള കളിക്കാർ, അദ്ദേഹം ഇത്തവണ ക്യാപ്റ്റനുമാണ്. അപ്പൊ അദ്ദേഹം നയിക്കുന്ന ഒരു ടീമിനെ നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല. കാരണം അവർക്കൊരു തരത്തിൽ നമ്മൾ പണ്ട് ന്യൂസിലാൻഡിനൊക്കെ ക്രിക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഈ അന്തിമ ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ ചെറിയ മാനസികമായിട്ടുള്ള പിരിമുറുക്കമാണ്, എന്താണെന്ന് അറിയില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഒരു മികച്ച ടീമാണ്. ബുക്കായോ സാക്ക ഉണ്ട്, അതുപോലുള്ള നിരവധി, ജൂഡ് ബെല്ലിംഗാം ഉണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്ലേയേഴ്സ്, നമുക്ക് പ്ലേയേഴ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇംഗ്ലണ്ട് നമുക്ക് ഒരിക്കലും എഴുത്തള്ളാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ക്രൊയേഷ്യ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 2018 വേൾഡ് കപ്പിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഫൈനലിലെത്തിയ ടീമാണ്. ഫ്രാൻസിന്റെ ആ ഒരു എംബാപ്പയുടെ ആ ഒരു മികച്ച മുന്നേറ്റത്തിന് മുന്നിൽ പതറിപ്പോയെങ്കിലും പിന്നീട് അടുത്ത കൊല്ലം വേൾഡ് കപ്പിൽ തുടർച്ചയായിട്ട് സെമി കളിക്കുകയാണ് അവർ. അന്ന് അർജന്റീനയ്ക്ക് മുമ്പിലാണ് വീണുപോയത്. അതായത് എംബാപ്പയാണ് അവരുടെ ഏറ്റവും വലിയ തുറപ്പിച്ചിട്ട്. ഗ്രൗണ്ടിൽ കളിക്കുന്നത് എംബാപ്പ ഗ്രൗണ്ട് നിറഞ്ഞാണ് കളിക്കുന്നത്. ഇത്തവണ അവരുടെ സാധ്യത എത്രത്തോളം ഉണ്ട്? എംബാപ്പയുടെ മികവ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലായിട്ട് തുടർച്ചയായിട്ട് എംബാപ്പെ എന്താണെന്ന് നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ തന്നെ ഒരു 78-80 മിനിറ്റ് വരെ അർജന്റീനയുടെ കയ്യിലായിരുന്നു. ഒരു മിനിറ്റുകൾക്കുള്ളിൽ 2 ഗോൾ അടിച്ച് എംബാപ്പെ ഫ്രാൻസിലേക്ക് കൊണ്ടുവന്നു. അത് പിന്നീട് മെസ്സി തിരിച്ചടിക്കുന്നുണ്ട്. അതിനും എംബാപ്പെ മറുപടി പറഞ്ഞു. പിന്നീട് ഷൂട്ട് ഔട്ടിലേക്ക് പോയപ്പോഴും ആദ്യം എംബാപ്പെ മിസ് ചെയ്തിട്ടില്ല, എംബാപ്പെ ആ ഗോള് അടിച്ചു കയറ്റി. ആ ടീമിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എംബാപ്പെ ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായും എംബാപ്പെ എന്ന് പറയുമ്പോൾ കോച്ച് എന്ത് പ്രതീക്ഷിക്കുന്നു, താരത്തിൽ നിന്നും കോച്ച് എന്ത് പ്രതീക്ഷിക്കുന്നു, അത് ഗ്രൗണ്ടിൽ അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചിരിക്കുകയാണ്. ദ്വിതീയ ദശാംശമാണ് കോച്ച്. ആ ദശാംശം പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ എംബാപ്പെ ഇങ്ങനെയൊക്കെ പെർഫോമൻസ്. കോച്ച് പോലും ആ ഒരു 2022 ഫൈനലിൽ അർജന്റീന ഇനി ജയിക്കുമായിരിക്കും എന്നുള്ള വിചാരിച്ചെടുത്ത് നിന്നായിരിക്കാം എംബാപ്പെ അവതരിക്കുകയും എംബാപ്പെ ആ മത്സരം അത്ര ടൈറ്റായി കൊണ്ടുവരും ചെയ്തത്. എംബാപ്പെ തീർച്ചയായിട്ടും ഒരു യുവതാരമാണ്. യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു, പ്രചോദനം നൽകുന്ന ഒരു താരം തന്നെയാണ് എംബാപ്പെ. ഏറ്റവും യുവതാരങ്ങളിൽ ഏറ്റവും പ്രഗത്ഭൻ മറ്റേ നമ്മുടെ യമാലല്ലേ, സ്പെയിൻ്റെ ആ 18 വയസ്സുകാരൻ പയ്യൻ. എന്തൊരു പെർഫോമൻസ് ഗ്രൗണ്ടിൽ കാഴ്ച. കോച്ച് കയറൂരി വിട്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് നിറഞ്ഞാണ് കളിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എന്തോ താരത്തിന് പരിക്ക് അങ്ങനെയുണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? പരിശീലന മത്സരത്തിലൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഇന്ന് പരിശീലന മത്സരം ഉണ്ടായിരുന്നു, അത് ഇറങ്ങിയില്ലല്ലോ. ഇല്ല, യമാല് ഇത്തവണ സ്പെയിൻ വേൾഡ് കപ്പ് എടുക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും നിർണായകമായിട്ട് പങ്കുവഹിക്കേണ്ട ഒരു താരമാണ് യമാൽ. നമ്മൾ കണ്ടിട്ടുണ്ട് ബാസയ്ക്ക് വേണ്ടി യമാൽ കളിക്കുന്നത്.
ഒരു സൂപ്പർ പെർഫോമൻസ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ യമാലിന് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഏപ്രിൽ 22 തൊട്ടാണ് തോന്നുന്നു ആ പ്ലെയർ പിന്നെ കളത്തിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ 15-ാം തീയതി മറ്റുമാണ് സ്പെയിൻ്റെ ആദ്യത്തെ കളി. ആ കളിയിലേക്ക് യമാല് ഫിറ്റ് ആവുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ യമാല് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്പെയിൻ കൂടുതൽ കരുത്തരാകും. യമലിനെ ആദ്യം ഫുൾ മത്സരം കളിപ്പിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ വെച്ചോണ്ടിരുന്നിട്ട് പിന്നീട് ഇറക്കാൻ വേണ്ടി അങ്ങനെ വല്ലതും കോച്ചിന്റെ പ്ലാൻ വല്ലതും കാണുമോ, അങ്ങനെ വല്ലതും ഉണ്ടോ? നമുക്ക് അത് ഇപ്പൊ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാണും മുന്നേറ്റ നിരയിൽ, അവരുടെ ടീമിന്റെ മുന്നേറ്റ നിരയിൽ പ്രധാനമായിട്ടും യമാലുണ്ട്. യമാലിനെ വിട്ടിട്ടൊരു പ്ലാൻ എനിക്ക് തോന്നുന്നില്ല സ്പെയിൻ കോച്ചിന് ഉണ്ടെന്നുള്ളത്. കാരണം യമാൽ അവർ ഏറ്റവും നിർണായകമായിട്ടൊരു പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ്. ഇനി പരിക്കൊക്കെ മുന്നിൽ കണ്ട് ഇനി അത്ര പരിക്ക് കൂട്ടണ്ടെന്നുള്ള എനിക്ക് ചിലപ്പോൾ 18 വയസ്സല്ലേ ഉള്ളൂ. അപ്രധാനമായിട്ടുള്ള ഒരു മത്സരം നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് ഒരു മത്സരം വിനീഷ്യസ് ജൂനിയറിനൊക്കെ പ്രായം തീരെ കുറവാണ്. തീർച്ചയായും ഈ പറഞ്ഞ നമ്മുടെ സ്പെയിനിന് എങ്ങനെയാണ് യമാൽ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ബ്രസീലിലേക്ക് വരുമ്പോൾ വിനീഷ്യസ് ജൂനിയർ. നമ്മൾ ബ്രസീലിന്റെ കാര്യമൊക്കെ എടുക്കുമ്പോൾ വിനീഷ്യസിനെ പോലെ തന്നെ ഒരുപാട് കളിക്കാരുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് വിനീഷ്യസിന് വഹിക്കാൻ. ഒരു കാര്യമുണ്ട് ബ്രസീൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബ്രസീൽ അവരുടെ നെയ്മറെ കേന്ദ്രീകരിച്ചാണ് അവരുടെ കളി മുഴുവൻ പോകുന്നത്. നെയ്മർ ഫോം ആണെങ്കിൽ അവർ ആ കളി ജയിക്കും. പക്ഷേ നെയ്മർ ഫോം ഔട്ട് ആണെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പ്രകടനത്തെ അത് ബാധിക്കുന്നുണ്ട്. പക്ഷേ ഈ കോച്ച് ഒരു നെയ്മർ അല്ലാതെ രണ്ടാമതൊരാളെ വളർത്തിക്കൊണ്ട് വരുന്നത് ആ ടീമിന് എന്താണ് പറ്റുന്നത്? നെയ്മർ അല്ലാതെ മറ്റൊരാൾ വരുന്നില്ലല്ലോ. തീർച്ചയായും നമ്മളിപ്പോൾ ഈ യമാലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പരിക്കാണ്. നെയ്മർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിക്കാണ്. അങ്ങനെയാണ് നമ്മൾ കാലങ്ങളായിട്ട് ഇനിയിപ്പോൾ വേൾഡ് കപ്പിലേക്ക് പ്രത്യേകിച്ചും നെയ്മറിന് എല്ലാ കാലത്തും പരിക്കിന്റെ ഒരു എപ്പോഴെങ്കിലും പരിക്ക് നെയ്മറിന് അലട്ടുന്നുണ്ട്. എല്ലാ കാലത്തും പരിക്കുണ്ട്. നെയ്മറിനെ ചുറ്റിപ്പറ്റിയാണ് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ബ്രസീൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള അറിയില്ല. അത് നമുക്ക് കണ്ടു തന്നെ നോക്കണം. കഴിഞ്ഞ ലോകകപ്പിലാക്കുന്ന അവരുടെ പ്രകടനം വളരെ മോശമല്ലായിരുന്നു. സെമി ഫൈനലിൽ പോലും എത്താൻ അവർക്ക് കഴിയുന്നില്ല. ഇത് ലോകകപ്പിന്റെ കുത്തക അവകാശം അവർക്ക് വേണമെങ്കിൽ അവകാശപ്പെടാമായിരുന്നു. പക്ഷേ ഈ ഒരു 2000-ന് ശേഷം അവരുടെ വളരെ ഫ്ലോപ്പാണ് അവരുടെ മത്സരങ്ങളെല്ലാം അവരുടെ ടീം വളരെ ഫ്ലോപ്പായി പോവുകയാണ്. ജയമെല്ലാം വളരെ കുറവാണ്. ഇതുപോലെ ലോകകപ്പ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ അവർക്ക് മുന്നേറ്റം നടത്താൻ കഴിയുന്നില്ല. നെയ്മർ കളിച്ചാൽ ടീം ജയിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് ടീമിന് മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. തീർച്ചയായും നമ്മൾ 2014 അവരുടെ നാട്ടിൽ വെച്ചായിരുന്നു ലോകകപ്പ്. ആ ലോകകപ്പിൽ നമുക്കറിയാം വലിയൊരു 7-1 ജർമ്മനിയായിട്ട് തോറ്റൊരു മത്സരമുണ്ട്. മുമ്പത്തെ ഒരു മത്സരത്തിൽ കൊളംബിയ മറ്റോന്ന് തോന്നുന്നു ആ ഒരു താരത്തിന്റെ അങ്ങനെ ഒരു പരിക്ക് പറ്റി നെയ്മർ പുറത്തായിട്ടുണ്ട്. പിന്നെ അടുത്ത വേൾഡ് കപ്പിൽ വരുമ്പോഴും ബ്രസീൽ വലുതായിട്ട് മുന്നേറിയിട്ടില്ല. ബെൽജിയത്തിനോട് തോറ്റ് പുറത്താവാണ് ഇത്. ഇനി കഴിഞ്ഞ വേൾഡ് കപ്പിലേക്ക് വരികയാണെങ്കിൽ ക്രൊയേഷ്യയായിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റിട്ടാണ് പുറത്താവുന്നത്. നിമിഷം വരെ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പെനാൽറ്റി വന്നപ്പോൾ പോയി. അതെ, അന്ന് നെയ്മർ ഒരു സൂപ്പർ പ്രകടനം നടത്തി. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ആ പ്രകടനം എന്തൊരു പ്രകടനമായിരുന്നല്ലേ. ഗംഭീര പ്രകടനം എന്ന് പറഞ്ഞാൽ ഗംഭീര പ്രകടനം. അതെ, നെയ്മർ മുന്നേറി ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ അക്ഷരാർത്ഥത്തിൽ ആ ഗ്രൗണ്ടൊക്കെ ആവേശക്കോടെ ഇങ്ങനെ കൊടുമുണ്ടി കൊള്ളുമായിരുന്നു. ഇങ്ങനെ ഉരുണ്ടുകൂടി ആവേശത്തോടെ ആൾക്കാരൊക്കെ എന്ത് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ച്. നെയ്മർ എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട്. തീർച്ചയായും ആ ഒരു എക്സ്ട്രാ ടൈമിലാണ് നെയ്മർ ഗോൾ അടിക്കുന്നത്. അപ്പോൾ ബ്രസീൽ വിജയത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്ന് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ അപ്രതീക്ഷിതമായി ക്രൊയേഷ്യ തിരിച്ചടിക്കുകയും അങ്ങനെ മത്സരം ഷൂട്ടൗട്ടിലേക്ക് പോവുകയും ചെയ്തു. ഷൂട്ടൗട്ടിൽ ക്രൊയേഷ്യ ആ ഗോളുടെയൊക്കെ മികവുകൊണ്ട് ക്രൊയേഷ്യ ബ്രസീലിനെ തകർത്ത് സെമിയിലേക്ക് മുന്നേറി എന്നുള്ളതാണ്. ഇത്തവണ നമ്മൾ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അതിനൊരു പര്യായം ഉണ്ടെങ്കിൽ ബ്രസീലാണ്. കാരണം 5 വേൾഡ് കപ്പ് എടുത്ത ടീം വരില്ല. അതുപോലെ എല്ലാ വേൾഡ് കപ്പിലും പങ്കെടുത്ത ബ്രസീലിനെ പോലത്തെ വേറൊരു ടീമില്ല. ബ്രസീലുണ്ടെങ്കിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ പോലും നിലവിലത്തെ ബ്രസീലിന്റെ ഫോമിന് നമുക്ക് ഒരിക്കലും ഒരു വേൾഡ് കപ്പ് എടുക്കാൻ പറ്റുന്ന നിലയിലേക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി ബ്രസീൽ ഏത് നിമിഷം വേണം തിരിച്ചു വരാൻ പറ്റുന്ന ടീമാണ്. അത്രയ്ക്ക് കഴിവുള്ള ടീമാണ്. ഏത് നിമിഷം വേണം തിരിച്ചു വരാം. 1-2 മത്സരങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടീം നമുക്ക് ഒരിക്കലും എഴുതിത്തള്ളാൻ പറ്റിയൊരു ടീമല്ല ബ്രസീൽ. പക്ഷെ നിലവിലത്തെ ഒരു അവസ്ഥയിൽ ബ്രസീൽ കുറച്ചൊരു ഇത്തിരി ക്ഷീണത്തിലാണ്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഇറ്റലിയുടെ കാര്യമാണ്. ഇറ്റലിക്ക് എന്താ പറ്റി? ലോകകപ്പ് നേടി രാജ്യമാണ്. ഇപ്പൊ നോക്കിയേ എവിടെയാ അവരുടെ അവസ്ഥ. ഇറ്റലി നമുക്ക് തീർച്ചയായും പറയാൻ പറ്റുന്ന ഒരു നിർഭാഗ്യമുള്ള ഒരു ടീമാണ്. കാരണം 2006 ഇറ്റലി വേൾഡ് കപ്പ് അടിക്കുന്ന അവസാനം വേൾഡ് കപ്പ് അടിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ യൂറോ കപ്പിലും ചാമ്പ്യന്മാരായത് ഇറ്റലിയാണ്. അവരുടെ അവസ്ഥ ഇപ്പോഴവർക്ക് ടീമേ ഇല്ല. ടീം എവിടെയാണ്? ലോകകപ്പിൽ അവർക്ക് ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 വേൾഡ് കപ്പ് ആയിട്ട് അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് 2014 ശേഷമുള്ള വേൾഡ് കപ്പ് ആയിട്ട് അവർ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത്തവണയും അവരില്ല. അത് തീർച്ചയായിട്ടും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചും നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം. അവരുടെ കുറെ ബമ്പൻ താരങ്ങൾ പിരിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് പുതിയ യുവനിര വളർത്തിക്കൊണ്ട് വരാൻ ടീം മാനേജ്മെന്റ് പരാജയപ്പെട്ടു. അതാണ് തോന്നുന്നു എനിക്ക് ഇറ്റലിയുടെ പരാജയത്തിന് പ്രധാന കാരണം. തീർച്ചയായും ഇറ്റലി അത് മാത്രമല്ല, നമ്മൾ യൂറോപ്പിലെ ഒരു ക്വാളിഫിക്കേഷൻ ഇതെന്ന് പറയുമ്പോൾ ഒരു ടീമിനെ നമുക്ക് അങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റില്ല. എല്ലാ ടീമുകളും മെച്ചപ്പെടുന്നതിന്റെ അത്രയും തന്നെ അതോടൊപ്പം തന്നെ കിടപിടിച്ച് നിൽക്കണം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട
നമ്മൾ വാമപ്പ് മാച്ചസിൽ കണ്ടതാണ് ഐവറി കോസ്റ്റ് ഫ്രാൻസിന് തോപ്പിക്കുന്നത് തോപ്പിക്കുന്നത് അത് അട്ടിമറി. അത് യൂറോപ്യൻ ടീമല്ല, എന്നാൽ പോലും ഫുട്ബോളിൽ അങ്ങനെയൊക്കെ സംഭവിക്കുക. ഫുട്ബോളിൽ ഒരു സൗന്ദര്യമാണ് അല്ലേ? അതെ, ഏത് നിമിഷം 90 മിനിറ്റും വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള മറ്റേ ആഡ് ഓൺ ടൈം കിട്ടുകയാണെങ്കിൽ അപ്പൊ പോലും എന്ത് സംഭവിക്കാവുന്ന ഒരു കളിയാണ്. കഴിഞ്ഞ തവണ സൗദി നമ്മുടെ ബ്രസീലിനെ അല്ല അർജന്റീന അട്ടിമറിച്ച പോലെ എന്തും സംഭവിക്കുക. 90 മിനിറ്റിൽ ഗ്രൗണ്ടിൽ എന്ത് സംഭവിക്കുക അല്ലേ? എന്ത് സംഭവിക്കും. അത് തന്നെയാണല്ലോ ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യം. ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യം അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോൾ ഇത്ര പോപ്പുലർ ആയതും അല്ലേ? ഈ 90 മിനിറ്റ് കൊണ്ട് ആൾക്കാരെ ആകാംക്ഷയുടെ മുൾമുനയെ പിടിച്ചു നിർത്തും. തീർച്ചയായും ഫുട്ബോളിന്റെ ഒരു അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ഗെയിം എന്ന നിലയ്ക്ക് ഫുട്ബോൾ കയറി വന്നതും. ഇനിയിപ്പോൾ ഉള്ള ഒരു ദിവസങ്ങൾ, അതായത് ഇനിയിപ്പോ ഇത്തവണ 104 മാച്ചസാണ് മൊത്തം നടക്കാൻ പോകുന്നത്. ഈ അതായത് ജൂലൈ 19 ഫൈനൽ. നമ്മുടെ ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ 20 രാത്രി 12:30 എല്ലാ മത്സരങ്ങളും നമ്മുടെ മലയാളീസിൽ കാണണമെങ്കിൽ ഉറക്കളിച്ചിരിക്കണം. എല്ലാം 12 എനിക്ക് തോന്നുന്നത് എല്ലാം പാതിരാത്രി ശേഷം 12 മണിക്കാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പൊ നമ്മൾ മലയാളീസെ കാണണമെങ്കിൽ ഉറക്കളിച്ച് കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായും. പക്ഷെ അതിനൊരു രസമുണ്ട്, അതിനൊരു ആവേശമുണ്ട്. പിന്നെ ഫുട്ബോൾ എന്ന് നടന്നാൽ അതൊരു ആവേശത്തിന്റെ മത്സരമാണല്ലോ ഫുട്ബോൾ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഒരു ആവേശത്തിലേക്ക് തന്നെയാണ് നമ്മളിനി ഓരോ ദിവസം കഴിയുമ്പോഴും കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ആവേശത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഓരോ മത്സരത്തിൽ. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഏഷ്യൻ പ്രതിനിധിയായിട്ട് നമ്മുടെ ഉള്ള ജപ്പാനാണ്. ജപ്പാന്റെ സാധ്യത എത്രമാത്രം ഉണ്ട്? ജപ്പാൻ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും പ്രീ ക്വാർട്ടർ വരെയൊക്കെ മുന്നേറാൻ സാധിക്കുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം ബെൽജിയത്തിനെ അവർ വിറപ്പിച്ചിട്ടാണ് അവർ അതായത് 2 ഗോളിന് മുന്നിൽ പിന്നീട് അവർ ഗോൾ വഴങ്ങിയത് അല്ലേ? അതെ, മുന്നിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ കളി കണ്ടതാ. ഞാൻ വിജയിച്ചതാണ്. ഞാൻ ഓർത്തു നമ്മുടെ ജപ്പാൻ ജയിച്ചെന്ന് ഉറപ്പിച്ചതാണ്. പിന്നീടാണ് സെക്കൻഡ് ഹാഫിലാണ് തോന്നുന്നത് ഗോൾ വഴങ്ങിയത് അല്ലേ? അതെ, പിന്നീട് തിരിച്ചു മേടിച്ചിട്ട് ജപ്പാൻ തോറ്റു പോവുകയായിരുന്നു. നിർഭാഗ്യം എന്ന് തന്നെ നമുക്ക് അതിന് വേണമെങ്കിൽ പറയാം. ഇത്തവണ തീർച്ചയായിട്ടും അവർക്ക് നല്ല സാധ്യത ഉണ്ടല്ലേ? തീർച്ചയായും സാധ്യത. ഒരു സെമി ഫൈനലൊക്കെ വരാൻ ക്വാളിറ്റി ഉള്ള ടീമാണ്. നല്ല ഗംഭീര കളിക്കാരുണ്ട്, നല്ല എല്ലാം അടിപൊളി സെറ്റ് ടീമാണ്. പക്ഷെ എനിക്ക് അവർക്ക് കുറച്ച് മത്സരങ്ങളുടെ അന്താരാഷ്ട്ര തലത്തിൽ കുറച്ച് മത്സരങ്ങളുടെ പരിചയക്കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഏഷ്യൻ ടീമുകൾക്ക് പൊതുവെ അതൊരു വലിയൊരു ഏഷ്യൻ ടീമുകൾ ശക്തമായിട്ട് മറ്റുള്ള യൂറോപ്പിൽ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലേക്ക് പോലുള്ള അത്രയും ടഫായിട്ടുള്ള ടീംസിനോട് മത്സരിക്കുന്നില്ല. വല്ലപ്പോഴും മാത്രമേ ഏഷ്യയിലെ ഫുട്ബോളിന് പറ്റുന്ന ഏറ്റവും വലിയ ടീം. അതെ അതെ. എന്നിട്ട് തന്നെ നമ്മൾ പലപ്പോഴും നല്ല ടീമുകൾ വരുന്നത്. ഇപ്പൊ ഇറാൻ പോലത്തെ ടീമുകൾ വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ്. അതുപോലെ തന്നെ ദക്ഷിണ കൊറിയ, ഈ ടീമുകളൊക്കെ ദക്ഷിണ കൊറിയ നമുക്കറിയാം 2002 നല്ലോണം മുന്നേറിയ ടീമാണ്. എന്തായാലും നമുക്ക് ഇനി 104 മത്സരങ്ങളുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ആവേശത്തിന്റെ കൊടുമുടിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫൈനലിലേക്ക് ആകുമ്പോഴേക്കും ഇനി ഒരിക്കൽ കൂടി അർജന്റീനയിലേക്ക് എത്തുവാണെങ്കിൽ അല്ലെങ്കിൽ ബ്രസീൽ, സ്പെയിൻ അങ്ങനെയുള്ള ടീമുകളൊക്കെ ഫൈനലിലേക്ക് എത്തുമ്പോഴും ഈ ഒരു ആവേശം എന്നുള്ളത് അതിന്റെ ഉച്ചസ്ഥായിലെത്തും. നമുക്ക് എന്തായാലും ആ ദിവസങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. നമ്മുടെ ലോകകപ്പ് മൈതാനങ്ങളിൽ പന്തുരുളുന്ന ആ സുന്ദര നിമിഷങ്ങൾക്കായിട്ടാണ് നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.